ഒരു ഹെൽത്തി സ്മൂത്തി റെസിപ്പിയാണിത്. ഇതൊരു PCOS ഫ്രണ്ട്ലി സ്മൂത്തിയാണ്. ഹോർമോൺ ഇംബാലൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് വളരെയധികം ഗട്ട് ഫ്രണ്ട്ലി ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓട്സ് വേവിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1 അല്ലെങ്കിൽ 2 മാക്സിമം 2 പഴം ഇട്ടിട്ട് കുഞ്ഞിപ്പഴം ഇട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. മിക്സിയിലിട്ടിട്ട് ഇങ്ങനെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മളിത് ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇനി നിങ്ങൾക്കിത് അടിച്ചെടുക്കുമ്പോൾ തന്നെ സീഡ്സൊക്കെ ഇതിലിട്ട് തന്നെ അടിച്ചെടുക്കാം. പക്ഷെ ഞാൻ അതല്ല പ്രിഫർ ചെയ്യുന്നത്. കൂടുതലായിട്ട് നമുക്ക് കുറച്ച് ക്രഞ്ചി ആയിട്ട് കടിച്ച് കഴിക്കുന്നതാണ് കുറച്ച് നല്ലത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിങ്സ് ആയിട്ട് നമുക്ക് സീഡ്സ് മിക്സ് ചെയ്തിടാം. അപ്പോൾ നമ്മളിവിടെ പോമിഗ്രാനറ്റ് ആണ് ഇതിൻ്റെ ടോപ്പിങ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ ഏത് ഫ്രൂട്ട്സും യൂസ് ചെയ്യാം കേട്ടോ. മസ്ക് മെലൺ യൂസ് ചെയ്യാം, വാട്ടർമെലൺ യൂസ് ചെയ്യാം, കിവി യൂസ് ചെയ്യാം, ഡ്രാഗൺ ഫ്രൂട്ട് യൂസ് ചെയ്യാം. ഏത് ഫ്രൂട്ട്സ് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പോമിഗ്രാനറ്റും നല്ലപോലെ പെയറപ്പായി പോകും ഇതിൻ്റെ കൂടെ. അതുകൊണ്ടാണ് പോമിഗ്രാനറ്റ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ ടോപ്പിങ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ ഫ്ലേക്സ് സീഡ് ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ പംകിൻ സീഡ് ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ സൺഫ്ലവർ സീഡ്സ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ചിയ സീഡ്സ് ഇടാം, പിന്നെ എള്ള് യൂസ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാവുന്നതാണ്. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തി റെസിപ്പിയാണ്. ഡു ട്രൈ ഇറ്റ് ഔട്ട്. നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്കൊന്നും വേറെ ആഡ് ചെയ്യേണ്ട. കുറച്ച് ലൂസ് ആക്കണമെങ്കിൽ പാല് നിങ്ങൾക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. സോ ഡു ട്രൈ ഇറ്റ് ഔട്ട്.